കൺകെട്ടുകളുടെയും പഴങ്കഥകളുടെയും ചെപ്പിലടച്ച ഇന്നിൻ്റെ കഥ. ഒറ്റയിരിപ്പിൽ വായിച്ചു തീർക്കാവുന്ന ഒരു കുഞ്ഞു നോവൽ. ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളുടെ സ്വന്തം പുസ്തകപ്പുഴം. ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് KR മീരയുടെ ഖബർ എന്ന പുസ്തകമാണ്. മഴ പെയ്തു തീർന്നിട്ടും മരം പെയ്യും പോലെ, വായനയ്ക്ക് ശേഷവും കൺകെട്ട് വിദ്യാൽ എന്ന പോലെ കൂടെ കൊണ്ടുപോകാവുന്ന ചിലതുണ്ട് ഈ പുസ്തകത്തിൽ. വരികൾക്കിടയിലൂടെ വായിച്ചാൽ സമകാലിക രാഷ്ട്രീയ ചിത്രവും സംഭവങ്ങളും അത്ര മോശമല്ലാത്ത രീതിയിൽ തെളിഞ്ഞു കിട്ടും. രേഖകളുടെ പിൻബലമില്ലാത്ത ഖബർ ഏതെന്ന് ചോദ്യമില്ല. പുരാവസ്തു സ്മാരകം പുതുക്കിപ്പണിയവേ ഒരു തൂണ് വീണ് മയ്യത്തായി പോയ ആ ഇന്ദ്രജാലക്കാരൻ ആരെന്ന് സംശയിക്കരുത്. ഇത് കഥയാണ്. ബാബറി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം അയോധ്യയിൽ രാമക്ഷേത്ര നിർമ്മാണം ആരംഭിക്കുന്ന സവിശേഷമായൊരു പശ്ചാത്തലത്തിലാണ് ഈ കഥ മുട്ടിടുന്നത്. എന്നാൽ നോവലിന്റെ അന്തർധാര കേവലം ഒരു രാഷ്ട്രീയമല്ല, മറിച്ച് ചരിത്രവും മിത്തും മാന്ത്രികതയും സ്ത്രീ മനസ്സിന്റെ ആഴങ്ങളും തമ്മിലുള്ള സങ്കീർണമായ കെട്ടുപിണച്ചിലുകളാണ്. ഭാവന സച്ചിദാനന്ദനാണ് നായിക, ജില്ലാ കോടതിയിലെ ജഡ്ജി. നീതിപീഠത്തിന്റെ കർക്കശമായ നിയമങ്ങൾക്കിടയിലും സ്വന്തം വ്യക്തിജീവിതത്തിലെ ഏകാന്തതയോടും തകർച്ചകളോടും പോരാടുന്ന ഒരു ഒറ്റയാളമ്മ. ഒരു ഫ്ലാഷ് ബാക്ക്. ലോ കോളേജിൽ ഒരുമിച്ച് പഠിച്ച് പ്രണയവിവാഹിതരായ പ്രമോദും ഭാവനയും. വിവാഹ ജീവിതത്തോടെ പ്രണയത്തിലുണ്ടായിരുന്ന തുല്യത നഷ്ടപ്പെടുന്നു. പുരുഷ മേൽക്കോയ്മ തലപൊക്കുമ്പോൾ, ജോലിയിൽ ഭാര്യ മികവിന് അംഗീകാരം വാങ്ങുമ്പോൾ കുടുംബജീവിതം താളം തെറ്റുന്നു. ഭാര്യ ഗർഭം ധരിക്കാൻ വൈകിയതും പിന്നീട് ആൺകുഞ്ഞ് പിറന്നപ്പോൾ അവൻ്റെ പെരുമാറ്റ പ്രശ്നങ്ങളും വേർപിരിയാൻ കാരണം കണ്ടെത്തേണ്ടവർക്ക് അതൊക്കെ ധാരാളമായിരുന്നു. തന്നെ പോലെ തൻ്റെ അമ്മ അനുഭവിച്ച മോഹഭംഗങ്ങളുടെ തുറന്നുകാട്ടലും ഒരു സ്ത്രീയുടെ, അമ്മയുടെ സഹനത്തിൻ്റെ ആഴവും പരപ്പും വരികളിലൂടെ വരച്ചിടുന്നുണ്ട്. കാക്കശ്ശേരി ഖയാലുദ്ദീൻ തങ്ങൾ പൂർവികരുടെ ഖബർ സ്ഥിതി ചെയ്യുന്ന ഒരു പിടി മണ്ണ് സ്വന്തമാക്കാനാണ് കേസിൽ വാദിയായി എത്തുന്നത്. ജില്ലാ ജഡ്ജിയായ ഭാവന തങ്ങളുടെ കൺകെട്ട് വിദ്യയിൽ പെട്ടുപോകുന്നു. കാക്കശ്ശേരി ഭട്ടതിരിയുടെയും സ്വന്തം കുടുംബത്തിലെ യോഗീശ്വരൻ അമ്മാവൻ്റെയും കഥകൾ തേടി അവർ പോകുന്നത് അങ്ങനെയാണ്. തങ്ങൾക്ക് അനുകൂലമായ വിധി വരാതിരിക്കാൻ വേണ്ട തെളിവുകളാണ് ഭാവന തിരയുന്നത്. അതിനുള്ള ചോദ്യങ്ങളും കൃത്യമാണ്. പക്ഷേ തങ്ങൾ ആരെയെങ്കിലും സന്തോഷിപ്പിക്കാനും സഹായിക്കാനും മാത്രമാണ് തൻ്റെ ചെപ്പടി വിദ്യ പുറത്തെടുക്കുന്നത് എന്ന് തിരിച്ചറിയുന്നിടത്താണ് ജഡ്ജി എന്ന നിലവിട്ട് ആ കൺകെട്ടിലേക്ക് സ്വയം ഇറങ്ങുന്നത്. രേഖകളില്ലെന്ന ഒറ്റ കാരണത്താൽ കേസ് റദ്ദ് ചെയ്തതും ജില്ലാ ജഡ്ജിയായ ഭാവന തന്നെയായിരുന്നു. വിവാഹത്തിന് മുമ്പ് അമ്മ ഭാവനയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരാളുടെ സേവനങ്ങൾക്ക് മറ്റൊരാൾ നൽകുന്ന പ്രതിഫലമല്ല സ്നേഹം, അത് ഒരാൾ മറ്റേയാളിൽ കണ്ടെത്തുന്ന പൂർണ്ണതയാണ്. വിവാഹമോചിതയായ ശേഷം ഭാവന അത് തിരിച്ചറിയുന്ന ഒരിടത്ത് അവരുടെ മനസ്സ് വായിക്കപ്പെടുന്നത് ഇങ്ങനെയാണ്: എനിക്ക് കരച്ചിൽ വന്നു. ജീവിതത്തിൽ ആദ്യമായി മറ്റൊരാളുടെ സാമീപ്യത്തിൽ എനിക്ക് അപരയമായ പൂർണ്ണത അനുഭവപ്പെട്ടു. പണ്ട് പ്രണയത്തിൻ്റെ പിടിയിൽപ്പെട്ട് ജീവിതത്തിൽ പ്രിയമായതെല്ലാം മാറ്റിവെച്ച ഭാവന പിന്നെ അതെല്ലാം സ്വന്തമാക്കുന്നത് ജീവിക്കാൻ വേണ്ടി തന്നെയാണ്. ജില്ലാ ജഡ്ജി ആകുന്നതും അങ്ങനെ തന്നെ. വേർപിരിയലിന് ശേഷം പെരുമാറ്റ വൈകല്യമുള്ള മകനെ ചേർത്ത് പിടിക്കുകയും അവൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടല്ല അച്ഛൻ ഉപേക്ഷിച്ചു പോയതെന്നും നിനക്ക് ഒരു പ്രശ്നവുമില്ല എന്ന് പറഞ്ഞ് മകനിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന അമ്മയെയും, കോടതി മുറിയിൽ നീതിയുടെ, നിയമത്തിൻ്റെ തളരാത്ത കാവലാളായും, ഭർത്താവിൻ്റെ രണ്ടാം വിവാഹത്തിന് മകനെയും കൂട്ടിപ്പോയി ആശംസ അറിയിക്കുന്ന സ്ത്രീയായും അവൾ ആത്മാഭിമാനത്തിൻ്റെ ജ്വാലയായി വായനക്കാരിൽ നിറയുന്നു. സ്ഥലത്തിൻ്റെ ചരിത്രമാണ് ഖബർ. ഖയാലുദ്ദീൻ തങ്ങൾ വാദിയും മറ്റു 3 സഹോദരങ്ങൾ എതിർകക്ഷികളുമായി കേസിൽ പരാമർശിക്കുന്ന സ്ഥലം.
സലാഹുദ്ദീൻ തങ്ങളിൽ നിന്നും സാകേതം ചാരിറ്റബിൾ ട്രസ്റ്റ് വില കൊടുത്തു വാങ്ങിയ 2 ഏക്കർ 15 സെന്റ് സ്ഥലം. ട്രസ്റ്റ് അവിടെ ഒരു കല്യാണ മണ്ഡപവും ഓഡിറ്റോറിയവും പണിയാൻ തുടങ്ങുന്നു. ഈ സ്ഥലത്തിന്റെ തെക്കേ അറ്റത്ത് തൻ്റെ പൂർവികന്റെ ഖബറുള്ളതായും അത് സംരക്ഷിക്കപ്പെടണമെന്നുള്ളതുമാണ് ഖയാലുദ്ദീന്റെ ആവശ്യം. ഓഡിറ്റോറിയത്തിന്റെ പ്ലാൻ പ്രകാരം ടോയ്ലറ്റ് വരുന്നത് ഈ ഖബറിന്റെ മുകളിലാണെന്നതും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ഈ കേസിന്റെ ഭാഗമായാണ് ഭാവനയും ഖയാലുദ്ദീൻ തങ്ങളും കണ്ടുമുട്ടുന്നതും. അദ്ദേഹത്തിന്റെ മായാജാലം കൊണ്ട് പല വിഭ്രാന്തികൾ ഭാവനയ്ക്ക് അനുഭവപ്പെടുന്നതും. പലതരത്തിൽ അവരെ തളർത്താൻ അദ്ദേഹം ശ്രമിച്ചിട്ട് അയാൾ ഒടുവിൽ അവരുടെ കഴിവിനെ അംഗീകരിക്കുകയും ഒടുവിൽ ബഹുമാനിക്കുകയും പരസ്പരം പ്രണയത്തിലാകുകയും ചെയ്യുന്നു. പ്രണയിക്കുമ്പോഴും അവരെ മാഡം എന്ന് വിളിക്കുന്നത് സൂചിപ്പിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് വേണ്ടത് ആദരമാണ്, കിട്ടിയിട്ടില്ലാത്തതും അതാണ്, എനിക്കും അതെ. ചിന്തകൾ കൊണ്ട് ഉയർന്ന ഒരു മനുഷ്യത്വത്തിന്റെ നന്മയും അനുഭവിച്ച വേദനകളും അപമാനവും ഈ വാക്കുകളിൽ നിഴലിക്കുന്നുണ്ട്. പ്രശ്നക്കാരനായ ഭാവനയുടെ മകൻ അദ്ദേഹത്തിന്റെ സ്നേഹത്തിൽ സന്തോഷവാനാകുന്നതും മനുഷ്യത്വത്തിന്റെ ഇന്ദ്രജാലം തന്നെയാണ്. ഒരു കലാപം അനുഭവിച്ചവനാണ് ഞാൻ. വലിയൊരു ജനക്കൂട്ടം ഉടുതുണി പിടിച്ച് അഴിച്ച് നിങ്ങൾ ജനനേന്ദ്രിയം നോക്കി നിങ്ങൾ ആരാണെന്ന് നോക്കുന്നോ ഒരു നിമിഷമുണ്ടല്ലോ, അത് അനുഭവിച്ച ഒരുത്തനും ഹിന്ദുവാകട്ടെ മുസ്ലിം ആകട്ടെ ഒരാളായി തുടരില്ല. അത് അനുഭവിക്കുന്നവന്റെ ഒരിക്കലും മായാത്ത അപമാനം, സ്വന്തം ആത്മാഭിമാനം അടിയറ വെക്കുന്നതിൻ്റെ സ്വയം നിന്ദ, സ്വന്തം അസ്തിത്വത്തിന്റെ ചോദ്യം ചെയ്യപ്പെടൽ എത്ര ഭീകരമാണ്, എത്ര ലജ്ജാകരമാണ് ആ അവസ്ഥ. നമ്മൾ ആ കഥാപാത്രമായി സ്വയം മാറുമ്പോൾ, അത് അനുഭവിക്കുമ്പോൾ ആ അപമാനത്തിന്റെ തീവ്രത നമ്മെ വിറകൊള്ളിക്കുമെന്നത് തീർച്ചയാണ്. ഭാവനയുടെ പൂർവികനായ യോഗീശ്വരൻ അമ്മാവനെയും ഖയാലുദ്ദീൻ തങ്ങളുടെ പൂർവികരുടെ കഥയും എവിടെയൊക്കെയോ സന്ധിക്കുമ്പോൾ മതങ്ങളുടെ പേരിലുള്ള കലഹമോർത്ത് മനുഷ്യർ ലജ്ജിച്ച് തലതാഴ്ത്തും. ഇവർ രണ്ടുപേരും ഒരാളായിരുന്നുവെന്ന് ഒടുവിൽ ഭാവന അറിയുന്ന രംഗവും അസ്പഷ്ടമായി പറഞ്ഞു പോകുന്നതെന്തും വിവാദമാക്കുന്ന ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് വിവാദങ്ങൾക്ക് തിരികൊളുത്തണ്ട എന്ന ഉദ്ദേശത്തിലാവാം. എഡ്വേർഡ് റോസാപ്പൂക്കളുടെ വശ്യമായ ഗന്ധം, വായുവിൽ ഉയർന്നു നിൽക്കുന്ന ഇരട്ട പെൺകുട്ടികൾ, നിഗൂഢമായ സർപ്പശിൽക്കാരങ്ങൾ എന്നിവയിൽ സമൃദ്ധമായ ഒരു മാന്ത്രിക ലോകത്തേക്ക് കഥ വായനക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. 2019 നവംബർ 9 ഖയാലുദ്ദീൻ തങ്ങൾ മരിച്ചു. ആർക്കിടെക്റ്റായ അദ്ദേഹം ഏതോ പുരാതന സ്മാരകം പുതുക്കി പണിയുന്ന സ്ഥലത്ത് വെച്ച് സ്മാരകത്തിന്റെ വലിയ തൂണിലൊന്ന് അടർന്ന് തലയിൽ വീണ് മരിക്കുകയാണ്. ആ ദിവസത്തിന്റെ പ്രാധാന്യം ഖബറിന്റെ അന്തസ്സത്തെയും എഴുത്തുകാരി വായനക്കാർക്ക് ഇട്ടു നൽകുകയാണ്. ഖയാലുദ്ദീന്റെ മരണവും അദ്ദേഹത്തിന്റെ പൂർവികൻ ഹസൻ കോയയും തൻ്റെ പൂർവികൻ യോഗീശ്വരൻ അമ്മാവനും ഒരാളായിരുന്നു എന്ന സത്യവും കോടതി മുറിക്കുള്ളിൽ വെച്ചാണ് ഭാവന അറിയുന്നത്. മറ്റൊരാളുടെ അസാന്നിധ്യത്തിൽ താൻ പരിപൂർണത അനുഭവിക്കുന്നുവെന്ന് സ്വയം സാന്ത്വനത്തോടെ ഭാവന തലചായ്ക്കുന്നിടത്ത് നോവൽ അവസാനിക്കുന്നു. ഇവിടെ ഈ നോവലിൽ നീതിയുടെ ചോദ്യം ചെയ്യലിന് ഒരു ഖബർ സാക്ഷിയായി, ചിലയിടത്ത് അത് നീതിയുടെ ഒരു പട്ടടയാകാം, സിമിത്തേരിയാകാം. ഒരു മനുഷ്യായുസ് യാത്ര അവസാനിക്കുമ്പോൾ സത്യവും മിഥ്യയും നീതിയും അനീതിയും ധർമ്മവും അധർമ്മവും അവനിൽ സമ്മേളിച്ച് ഒടുങ്ങുന്നു. ചില വിധികൾ കേവലം തീർപ്പുകളല്ല, അവ മനുഷ്യന്റെ ആത്മാവിലേക്ക് ആഴ്ന്നിറങ്ങുന്ന മൂർച്ചയുള്ള ഓർമ്മപ്പെടുത്തലുകളാണ്. സസ്നേഹം, സ്വന്തം പുസ്തകപ്പുഴ.